ഞാനൊരിക്കൽ ഒരു സ്ഥലത്തൊരു പള്ളിയിൽ ദ്വാക്ക് ഭയങ്കര ഭക്തിയിൽ ആമീൻ പറഞ്ഞ ഒരാളെ കണ്ടു, മലപ്പുറത്തു നിന്നാണ്. അപ്പൊ ഞാൻ അയാളെ ഇഷ്ടം എന്താ അയാളെന്ന് ചോദിച്ചു. ഞാൻ അവൻ കിട്ടിയ മറുപടി അയാൾ നാവൂരത്തുള്ള ആളാണ്. അയാൾ അവിടെ നിന്ന് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒഴിവാക്കി വന്നതാണ്. അയാൾ ഇവിടെ വന്നിട്ട് കമ്മിറ്റിയിൽ അഭയം തേടിക്കാണ്. കമ്മിറ്റിനോട് പറഞ്ഞാൽ ഞാൻ മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പെരേക്ക് അറിയിക്കാൻ പാടുള്ളൂ, എന്റെ പെണ്ണുങ്ങളും കുട്ടികളെ അറിയിക്കരുത് എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ എന്താ കേസ്? അയാൾ നല്ല സമ്പന്നനായിരുന്നു, ഗൾഫിലുള്ള അന്ന് പൈസ ഇഷ്ടം പോലെ അയച്ചു കൊടുത്തു. പെണ്ണുങ്ങളും കുട്ടികളും നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു. ഇപ്പൊ ഗൾഫ് മതിയാക്കി വന്നപ്പോൾ ഇയാളത്ത് കായില്ല. അപ്പൊ ഇയാളെ ഓൽക്ക് വേണ്ട. ആ കുത്തുവാക്കും നന്ദികളും സഹിക്കാൻ വൈകിട്ട് മുമ്പ് വീടിട്ട് ഇറങ്ങിയേക്കാണ്. എത്ര വലിയ ധിക്കാരങ്ങൾ! അന്ന് 1400 കൊല്ലം മുമ്പ് തങ്ങൾ പറയാണ്, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുക, വയുക്സിർനല്ലായന ശപിക്കലിനെ വർദ്ധിക്കുക, പണ്ടറടക്കട്ടെ, ചത്തുപോട്ടെ, ചീഞ്ഞു പോട്ടെ എന്നൊക്കെ പറയുന്ന വർത്താനങ്ങൾ ചില പെണ്ണുങ്ങൾക്ക് അധികമായിക്കാരം, ആണുങ്ങളമാർക്കല്ല. ആ കജ്ജി ചീഞ്ഞു പോട്ടെ എന്നൊക്കെ പറയും. എന്ത് നമ്മള് സാധനം കാണുന്നില്ലെങ്കിലേ ചിലപ്പോൾ സ്വന്തം മക്കളെ കാരണം ഇവളെന്തൊരു സാധനം പോയിക്കണ്, ചിലപ്പോ ഓളെ മക്കളെന്നെ കാരണം എടുത്തിട്ടുണ്ടാകുക. അതൊന്നും നോക്കുക, ആ എടുത്തല്ലോ കജ്ജി ചീഞ്ഞു പോട്ടെ എന്നൊക്കെ പറയും. പെട്ടെന്ന് പറയില്ലേ? ഇല്ല, നിങ്ങളെ കൂട്ടത്തിലൊന്നും അങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടോലില്ല. അൽഹംദുലില്ലാ, എന്റെ അമ്മമാർക്ക് തന്നെയാണ്, നന്നായി. ഏതായാലും എല്ലാരെ പറ്റിയില്ല ഞാൻ ഈ പറയണത്, ചിലതൊക്കെ അങ്ങനെ ഉണ്ട്. ശപിക്കൽ ഒരു മുഅ്മിൻ ഒരിക്കലും ശപിക്കുന്നവനാരും കയ്യൂല എന്നാ റസൂലുള്ളാഹി പറഞ്ഞു. ലാ യംബഗി ലിൽ മുഅ്മിനി അൻ യകൂന ലആനൻ, ഒരു മുഅ്മിൻ ഒരിക്കലും ശപിക്കുന്നവനാവില്ല. ശപിക്കാൻ അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കപ്പെടട്ടെ എന്നാണ്.